കഴിയില്ല. 2 ദിവസം കൊണ്ട് യുദ്ധം തീർത്ത് മടങ്ങാമെന്ന് പ്ലാൻ ചെയ്ത അമേരിക്ക ഇസ്രായേൽ ഇന്ന് 25 ദിവസം കഴിഞ്ഞിട്ടും അവർക്കുള്ള ലക്ഷ്യം നേടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ വിയർക്കുകയാണ്. അവസാനം ഇതിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങളെ അതിലേക്ക് വലിച്ചിടാൻ വേണ്ടി ഹുർമൂസ് കടലിടുക്കിന്റെ ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് അതിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലുകൾ 2 തകർത്ത് തരിപ്പണമാക്കി. ഇനിയൊന്ന് വന്നിട്ടുണ്ട്. അതിലേക്കും മിസൈലുകൾ അയച്ചുകൊണ്ട് അതിനെയും തുരത്തി ഓടിച്ചിട്ടുണ്ട്. 5ഓളം F-35 വിമാനങ്ങളെ വെടിവെച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭമായപ്പോൾ അമേരിക്കയ്ക്ക് വല്ലാത്ത പേടി തോന്നി. ഇനി ഞങ്ങളുടെ ഈ കുതന്ത്രം കൊണ്ട് ഒന്നും നടക്കുകയില്ല, നമ്മൾ തുടങ്ങിക്കുടുങ്ങി എന്ന നിലക്കാൻ ഇടയ്ക്കിടെ ട്രംപ് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു, ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട. 1 മണിക്കൂർ കഴിയുമ്പോൾ പറയുന്നു, ഞങ്ങളെ സഹായിക്കുകയും എല്ലാവരും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നിലപാടുകൾ വ്യത്യസ്തമായി പറഞ്ഞുകൊണ്ട് ട്രംപ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഉദ്ദേശം വെനസ്വേലയിലെ അവിടുത്തെ അവിടുത്തെ രാജാവിനെ പൊക്കിയതുപോലെ ആയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് വിചാരിച്ച ട്രംപ് ഇന്ന് അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണ് ഇപ്പോൾ ആകെ അന്താളിപ്പിലാണുള്ളത്. ഒരു പ്രാവശ്യം പറഞ്ഞു, 48 മണിക്കൂറിൽ ഹുർമൂസ് കടൽ തുറന്നില്ലെങ്കിൽ ഇനി ഇറാൻ ഉണ്ടാവുകയില്ല. 48 മണിക്കൂർ കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. എവിടെയാണ് ഇറാനിന്റെ മിസൈൽ സംവിധാനങ്ങൾ ഉള്ളത് എന്ന് പോലും കൃത്യമായി അവർക്ക് അറിയുന്നത്. കാരണം എല്ലാം 100% മിസൈൽ സംവിധാനങ്ങൾ ഞങ്ങൾ തകർത്തു എന്ന് പറഞ്ഞതിന് ശേഷം അതിശക്തമായ നിലക്ക് ഇറാൻ ഇസ്രായേലിലെ മിസൈൽ ആക്രമണം നടത്തി. ഒരു മിസൈൽ പതിക്കുമ്പോൾ തന്നെ 100 കണക്കിന് കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമാകും. വളരെ തന്ത്രപ്രധാനമായ ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലുള്ള മിസൈലുകളാണ് ഇറാൻ നിർമ്മിച്ചത്. അതായത് ഇസ്രായേലിന്റെ എല്ലാ കുതന്ത്രങ്ങളെയും മറികടക്കുന്ന നിലക്കുള്ള മിസൈലുകളാണ് ഇറാൻ സംവിധാനിച്ചു വെച്ചത്. അപ്പൊ 4000 കിലോമീറ്റർ വരെ എത്തുന്ന മിസൈലുകൾ ഉണ്ട് എന്ന് അതിന്റെ പരിശോധന നടന്നപ്പോൾ അമേരിക്ക വിറച്ചു. ഇനി അമേരിക്കയിലേക്ക് എത്തുന്ന മിസൈൽ ഉണ്ടാകുമെന്ന് പേടിച്ച ട്രംപിന് തോന്നി, ഇനി കളിച്ചാൽ നടക്കുകയില്ല എന്ന്. മറിച്ച് വെറുതെ ഒരു ആവശ്യമില്ലാതെ ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ട്രംപ് ഇപ്പൊ കുടുങ്ങിയിരിക്കുകയാണ്. ഇവരുടെ ഈ ആക്രമണം കൊണ്ട് ഇതിൽ പ്രതിസന്ധിയിലായത് ലോകരാജ്യങ്ങളാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങളും പ്രശ്നത്തിലാണ്. കാരണം ഈ അമേരിക്ക ഇസ്രായേൽ എന്നുള്ള ഈ ഭീകരമായ അവരുടെ ഈ ആക്രമണങ്ങളാണ് ഈ ലോകത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പോൾ ആദ്യമായി ഈ ഭീകരവാദികളെ പിടിച്ചു കെട്ടണം, എന്നാൽ ഈ ലോകം സമാധാനത്തിൽ ഇരിക്കുകയുള്ളൂ. ഒരു ആക്രമണത്തിന് പോവാതെ ഇറാൻ അവിടെ ഉണ്ടാകാതെ മൗനമായിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞ് ചർച്ചകൾ നടക്കുന്നതിനിടയിലൂടെ ആക്രമണം അയച്ചുവിട്ട് ആദ്യം തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ ഉള്ളതായ സ്കൂളിലേക്ക് അറ്റാക്ക് ചെയ്തു. 160ഓളം കുഞ്ഞുങ്ങളെ കൊന്ന്. അങ്ങനെയുള്ളവരാണ് ഓരോ വാദങ്ങൾ ഈ ലോകത്തിന് സമാധാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്ത് സമാധാനമാണ് ഇവർക്ക് ഉണ്ടാക്കാനുള്ളത്? കുഞ്ഞുങ്ങളെ കൊന്നിട്ടാണ് സമാധാനം ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 5 ദിവസത്തേക്ക് വെടിനിർത്താമെന്ന് പറഞ്ഞ് എന്തിനാണ് അവർ അങ്ങനെ പ്ലാൻ ചെയ്തത്? ഇസ്രായേലിലുള്ള ബാമ്പുകളെല്ലാം തീർന്നിട്ടുണ്ടാവും. ഇനി ഒന്നുകൂടി വികസിപ്പിക്കാനും ബാമ്പുകൾ, മിസൈലുകളെല്ലാം കൊണ്ട് അവിടെ വറക്കാം, മിസൈലിന്റെ അതിന്റെ പുരകളെല്ലാം വറക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 5 ദിവസം നമ്മൾ എന്ത് ചെയ്യാം, വെടിനിർത്താമെന്ന ഒരു പ്ലാൻ ചെയ്തത്. അത് കൃത്യമായി അതിന്റെ കുതന്ത്രം മനസ്സിലാക്കി ഇറാൻ പറഞ്ഞു, അമേരിക്കയോടും ഇസ്രായേലിനോടും ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിശക്തമായ ആക്രമണം നടത്തി അമേരിക്ക ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം ആഗ്രഹിക്കേണ്ടത് ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. പക്ഷെ ഇങ്ങനെയുള്ള അമേരിക്ക ഇസ്രായേൽ പോലെ കടന്നാക്രമിക്കുന്ന ഒരു ശക്തികൾ ഇവിടെ എപ്പോൾ നിലംപതിക്കുന്നു, അപ്പോഴാണ് ഈ ലോകത്ത് സമാധാനം ഉണ്ടാവുക എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മുഴുവൻ നല്ല സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.